ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അമർഷത്തോടെ നൂറ് പോയ വഴിയെ നോക്കി നിന്നു. അവൾ ആ വഴി പോയി എത്തേണ്ടടുത്ത് എത്തി. ഇനി മോനെ പല്ല് ഞെരിച്ച് പൊട്ടിക്കണ്ട. റാശി കളിയാക്കി പറഞ്ഞതിൽ നൂറ് അവനെ നോക്കി അമർത്തി അങ്ങ് മൂളി. നിനക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ. ഇപ്പോഴും നിനക്ക് പെൺപിള്ളേരെ കാണുന്നതേ കണ്ണിന് കടിയാണല്ലേ. ഇങ്ങനെ പോയാൽ നീ പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ കെട്ടുന്നില്ല. ഒറ്റത്തടിയായി ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ പോയതിന്റെ അഹങ്കാരം കണ്ടോ. ഇതുപോലെ അഹങ്കാരം പിടിച്ചതാ ഓരോ പെണ്ണും. അതിറ്റിങ്ങളെ കെട്ടി തലയിൽ വെക്കാനൊന്നും എന്നെ കിട്ടുവല്ല. പോവാൻ പറയും പെൺപിള്ളേരോട്. അപ്പൊ നിന്റെ പെങ്ങളും അഹങ്കാരിയാണോ? അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു. അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച മുതലാക്കുരിപ്പ്. നൂറ് ദേഷ്യത്തോടെ പറഞ്ഞത് എനിക്ക് റാശി ഒന്ന് ചിരിച്ചു. നിന്റെ ഇത്താടെ അവസ്ഥ എന്താ? സുഖമല്ലേ അവൾക്ക്? യാ, അവൾക്ക് സുഖമാണ്. പിന്നെ ഇത്താക്കും ഉമ്മാക്കും മാത്രമേ അഹങ്കാരമില്ലാത്ത ഞാൻ കണ്ടുള്ളൂ. റാശി ഒന്ന് മോളി. അവന്റെ മനസ്സിൽ ഷെസയുടെ ചിരിക്കുന്ന മുഖം മിന്നി മാഞ്ഞു. നിന്റെ മോളിൽ അത്ര സുഖം പോരല്ലോ റാശി. ഇവന്റെ ഇത്തയുമായിട്ട് നിനക്ക് എന്താ ബന്ധം? ജോ റാഷിയെ അടിമുടി ഒന്ന് നോക്കി. ഒരു ബന്ധവുമില്ല പൊന്നെ. ഒരു പക്ഷെ അന്ന് ഞാൻ കാരണം അവൾ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു. കാര്യം എന്താന്ന് വെച്ചാ പറയടാ. റാഷിയുടെ മനസ്സിൽ ഷെസയെ ആദ്യമായി കണ്ട ദിവസം കടന്നു വന്നു. അവനൊരു ചിരിയോടെ അന്നത്തെ സംഭവം ഓർത്തെടുത്ത് പറയാൻ തുടങ്ങി. ഒരു ദിവസം കോളേജിലേക്ക് വരുമ്പോൾ ഞാൻ നന്നെ വൈകിയിരുന്നു. എനിക്ക് മുൻപേ ഇവരെല്ലാം കോളേജിലെത്തിയിരുന്നു പറഞ്ഞ് എന്നെ കോൾ ചെയ്തതിനെ തുടർന്ന് വേഗതയോടെയാണ് അന്ന് ഞാൻ ബൈക്ക് ഓടിച്ചിരുന്നത്. എന്നെ വേഗത കൊണ്ട് തന്നെ എതിരെ വന്ന സ്കൂട്ടിയുമായി വണ്ടി കൂട്ടിയിടിച്ചതിന്റെ ശക്തിയിൽ ഞാൻ തെറിച്ചു പോയിരുന്നു. കയ്യിലും കാലിലും നെറ്റിയിലും ചെറുതായി മുറിവ് സംഭവിച്ചു എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ സ്കൂട്ടിയിലുണ്ടായിരുന്ന ഇവന്റെ പെങ്ങൾക്ക് കാര്യമായി തന്നെ പരിക്ക് പറ്റിയിരുന്നു. ആരും ഞങ്ങളെ അടുത്തേക്ക് വന്ന് എന്താ പറ്റിയെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊന്നും ചോദിച്ചിരുന്നില്ല. പകരം ഒരു ബൈക്ക് കിട്ടിയ എല്ലാമായെന്നാണ് ഇപ്പോഴത്തെ ചെക്കന്മാരെ വിചാരം എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ കുറ്റപ്പെടുത്തി. അതൊന്നും സീരിയസ് ആക്കാതെ ബോധം മറിച്ച് ചോരയിൽ കുളിച്ച് കിടക്കുന്ന അവളെ കയ്യിൽ കോരിയെടുത്ത് ആദ്യം കണ്ട ഓട്ടോയിൽ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ICUവിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നൂറിൻ്റെ കോൾ എന്നെ തേടി വന്നത്. സംഭവിച്ചതൊക്കെ അവനോട് പറഞ്ഞപ്പോഴേക്കും അവൻ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു. കൂടാതെ ഡോക്ടർ വന്ന് പേഷ്യൻ്റ് ഗുരുതരാവസ്ഥ തരണം ചെയ്തു എന്ന് പറഞ്ഞതോടുകൂടെയാണ് എൻ്റെ മുറിവുകൾ ഡ്രസ്സ് ചെയ്യാൻ പോലും ഞാൻ പോയത്. അന്നത്തെ പകൽ മുഴുവൻ അവൾക്ക് കാവലായി ഞങ്ങൾ ഇരുവരും നിന്നു. നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴേക്കും കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്താത്തത് കൊണ്ട് തന്നെ നൂറിൻ്റെ ഉമ്മയുടെ കോൾ അവനെ തേടിയെത്തിയിരുന്നു. എന്നെ തനിച്ചാക്കി പോവാൻ മടിയായത് കൊണ്ട് തന്നെ വരാൻ വൈകുമെന്ന് ഉമ്മാനോട് പറഞ്ഞവൻ എൻ്റെ കൂടെ തന്നെ നിന്നു. ICUവിൽ നിന്ന് അവളെ റൂമിലേക്ക് മാറ്റിയപ്പോഴാണ് തൻ്റെ ഇത്തുവായ ഷെസുവാണ് അതെന്ന് നൂറ് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച ഹോസ്പിറ്റൽ വാസം വേണമെന്ന് ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് നൂറ് ആക്സിഡൻറ്റിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞു. അവരെ വിളിച്ചു വരുത്തി എന്നെ ഹോസ്റ്റലിലാക്കി തന്നു. അതിനുശേഷം എന്നും ഞാൻ അവളെ കാണാൻ ഹോസ്പിറ്റലിൽ പോവാറുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് കൂട്ടായി. ഒരനിയൻ്റെ സ്ഥാനമായിരുന്നു അവൾ എനിക്ക് തന്നത്. ഞങ്ങളെക്കാൾ 2 വയസ്സിന് മൂത്തതാണ് അവളെങ്കിലും ഷെസു എന്നായിരുന്നു ഞങ്ങൾ അവളെ വിളിച്ചിരുന്നത്. അവളുടെ അസുഖങ്ങളൊക്കെ മാറിയ ശേഷം എല്ലാ ആഴ്ചയും ഒരു ദിവസം അവൾ എന്നെ കാണാനായിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നു. റാഷി പറഞ്ഞു നിർത്തിയതും ജോ എന്ന് മൂളിക്കൊണ്ട് അവനെ നോക്കി. ഷെസു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കൂടാത്തതിന് നിന്റെ ഇത്ത എന്ന സ്ഥാനം ഏറ്റെടുത്തു. എന്നിട്ടും നീ സങ്കടപ്പെടുന്ന എന്തിനാ? സത്യം പറമോനെ, എന്തോ ഒരു ചുറ്റിക്കളി ഇതിനിടക്ക് നടന്നിട്ടില്ലേ? ജോ റാഷിയെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴേക്കും മുഖത്തെ വിഷാദഭാവം മാറ്റി റാഷി പുഞ്ചിരിച്ചു. ഇല്ലടാ, ഉണ്ടിട്ടോ. ഈ പറയുന്ന ഷെസു ആഴ്ചയിലും ഇവനെ കാണാൻ വരുന്നത് ഇവന്റെ കാമുകി നീക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ ഷെസുവുമായിട്ടുള്ള ഇവന്റെ ഫ്രണ്ട്ഷിപ്പ് കാരണം നീ ഇവനെ തേച്ചൊട്ടിച്ചു പോയി. അതിന്റെ സങ്കടമാണ് ഈ മുഖത്ത് നിലയിച്ചു നിൽക്കുന്നത്. അവള് പോട്ടെ എന്ന് വെക്കാൻ പറഞ്ഞിട്ട് ഈ പൊട്ടനത് മനസ്സിലാവണ്ടേ? ഇപ്പോഴും അവന്റെ മനസ്സിൽ നീയാണ്. നൂറ് പറഞ്ഞത് കേട്ട് നിനക്ക് പ്രേമമോ എന്ന നിലക്ക് ജോ റാഷിയെ നോക്കി. ഞാൻ നിന്നെ പോലെ എപ്പോഴും അവളെ ഓർത്ത് മറ്റു പെൺപിള്ളേരോട് മിണ്ടാതെ മുഖവും വീർപ്പിച്ച് നടക്കുന്നില്ല. അവൾ എന്നെ ഒഴിവാക്കി പോയി എന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് നിനക്ക് നിന്റെ സെറു നിന്നെ തനിച്ചാക്കി പോയി എന്ന് ഇന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നേരാ, ആദ്യ പ്രണയം ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് വെച്ച് ഒഴിവാക്കി പോയവളെ ഓർത്ത് നമ്മുടെ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങൾ ആസ്വദിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നീ നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് നിന്റെ വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ കഴിച്ചു കൂട്ടിയത്. സെറു ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന സത്യം ഇനിയെങ്കിലും നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ. ഇപ്പോൾ എന്തിനാ നീ അവളുടെ വിഷയം ഇവിടെ എടുത്തിട്ടേ? നീനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നേ? നൂറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തോന്നി. നൂറിനെ ഓർത്ത് റാഷിയുടെ മീകളിൽ നനവ് പടർന്നു. അവർ പറയുന്നതൊന്നും മനസ്സിലാവാതെ ജോ അവരിരുവരെയും നോക്കി. നീ എൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കെ നീ സെറുവിനെ ഓർത്തു എന്നത് ആ നേരം നിന്റെ നിറഞ്ഞ കണ്ണുകൾ എന്നോട് വിളിച്ചോതിയിരുന്നു. അവൾ മരിച്ചിട്ട് 4 വർഷമായി. എന്നിട്ടും നീ എന്തിനാ അവളെ ഓർത്ത് ഇങ്ങനെ ഉരുക്കി ജീവിക്കുന്നേ? അതൊരു പക്ഷേ അവൾക്ക് സഹിച്ചെന്ന് പോലും വരില്ല. നൂറിനെ തന്നോട് ചേർത്ത് പിടിച്ച് റാഷി പറഞ്ഞതും അവനൊന്നും മൂളി. നീ എന്താ ഇവിടെ?
പെട്ടെന്ന് ജോയിൻ്റെ ചോദ്യം കേട്ടതും ഇരുവരും തിരിഞ്ഞു നോക്കി. തങ്ങളെ നോക്കി നിൽക്കുന്ന ഇലിവനെ കാണെ റാഷി ഒന്ന് നിർത്തി. തങ്ങൾ സംസാരിച്ചത് അവൾ കേട്ട് കാണുന്നു. തൻ്റെ അവിലും കഞ്ഞിയായ പ്രേമകഥ അവൾ കേട്ടോ? അത് മതി അടിയിടാൻ. റാഷി എന്ന് നിശ്വസിച്ചു. നൂറിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുവാണ് അല്ലടി കുരുട്ടെ, ഉളുപ്പില്ലാത്ത ജന്മം. അയ്യ, നിങ്ങളെ കാര്യങ്ങൾ ഒളിഞ്ഞു കേൾക്കലല്ലേ എൻ്റെ പണി. ഒന്ന് പോടാപ്പാ. നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഇവിടെ വീണുപോയി, അത് എടുക്കാൻ വന്നതാ ഞാൻ. നൂറിനെ നോക്കി പുച്ഛിച്ചവൾ നിലത്ത് വീണ് കിടക്കുന്ന 200 രൂപയുടെ നോട്ടെടുത്ത് തിരിഞ്ഞു നടന്നു. അപ്പോഴും മിയയുടെ പേര് അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ക്യാൻറ്റീനിൽ എത്തിയതും നിസുവും ഫിദയും സനയും അവളെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കിട്ടിയോ പൈസ? നിസു അവളെ നോക്കി പിരികെ നിർത്തി. ആടാ കിട്ടി. എവിടുന്നാ കിട്ടിയേ? ഫിദ ഇലുവിനെ നോക്കി. അത് പിന്നെ വാഷ്റൂമിൽ നിന്ന്. എൻ്റെ മുഖത്തെന്താടി ഒരു കള്ള ലക്ഷണം? അത് വിശത്തിണ്ടായിരിക്കും. ചെന്ന് എന്തേലും ഓർഡർ ചെയ്യും. വായിച്ചിട്ട് എൻ്റെ വയറിൻ്റെ തള്ളക്കും തന്തക്കും വരെ തെറി വിളിക്കുന്നുണ്ട്. ബിരിയാണി ഓർഡർ ചെയ്തേക്ക്. വയറിനോട് തൽക്കാലത്തേക്ക് തെറിവിളി നിർത്താൻ പറയും. ഫിദ കളിയാക്കി പറഞ്ഞ് നാവുള്ളിലേക്ക് ഇട്ടപ്പോഴേക്കും 4 പ്ലേറ്റ് ബിരിയാണി അവർക്ക് മുമ്പിൽ തിരുത്തി വെച്ചു.